ഒരൊറ്റ മസാല കൊണ്ട് നല്ല നാടൻ അങ്കമാലി പോർക്ക് വരട്ടി ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ വാ ഞാൻ കാട്ടിത്തരട്ടെ. ആദ്യം പോർക്ക് നല്ല പീസസാക്കി കഴുകി വൃത്തിയാക്കി. ഓ വെയിറ്റ്, നമ്മുടെ ഫേമസ് ബൂംബാങ് ചേട്ടൻ ന്യൂസിലാൻഡ് മീറ്റ് വാങ്ങണതൊന്നും കഴുകണ്ടെന്നല്ലേ പറയാറ്? അതുകൊണ്ട് ഞാൻ കഴുകിയില്ല കേട്ടോ. നാട്ടിലുള്ളവർ പക്ഷേ ഒരു 3-4 ടൈംസ് എങ്കിലും കഴുകിയിട്ട് യൂസ് ചെയ്യണം, അല്ലെ വയറിന് 8ൻ്റെ പണി കിട്ടും ഉറപ്പ്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വിനീഗർ, മഞ്ഞൾപ്പൊടി, സോൾട്ട് എന്നിവ ഇട്ട് കുക്കറിൽ 2 വിസിലടുപ്പിച്ചോളൂ. അല്ലാതെ ടൈം എടുത്ത് വേവിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കുക്കറിനേക്കാളും. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇതിനു വേണ്ടി അനിയൻ, ഗാർലിക്, ജിഞ്ചർ കറി ലീവ്സ് ഒക്കെ റെഡിയാക്കി ഒരു യമണ്ടൻ ഉരുളിയിലേക്കിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് ചില്ലി പൗഡറും കൂടെ ചേർത്ത് സോട്ട് ചെയ്യുക. ഇനിയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ എൻട്രി. ഞാൻ ഈ കാണിക്കാൻ പോണ മാജിക് മസാലയിൽ ഈ കറിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് കേട്ടോ. ആൻഡ് ദ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു. വില്ലേജിൻ്റെ അങ്കമാലി പോർക്ക് വരട്ട് മസാല എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിരിക്കുമല്ലേ? ആയിരിക്കും. ഈ മസാല കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം സോട്ട് ചെയ്യാം. വേറെ ഇത് മസാല ഒന്നും ഇട്ട് ഇതിനെ വെറുതെ കൊളാക്കല്ലേ പ്ലീസ് ഗൈസ്. മസാല റെഡിയായി അതിലേക്ക് നമുക്ക് പോർക്ക് വേവിച്ച് ചേർക്കാം. മിക്സ് ചെയ്ത് സിമ്മിൽ കുറച്ച് നേരം ഇട്ട് ഡ്രൈ ആക്കി എടുത്തോളൂ. ഫൈനലി പോർക്ക് റെഡി. അടിപൊളി ടേസ്റ്റായിരുന്നു എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാൻ പറഞ്ഞു. ട്രൈ ചെയ്യൂ, വയറ് നിറയെ ഫുഡ് കഴിക്കൂ, എക്സസൈസ് ചെയ്ത് ഈ ഫാറ്റൊക്കെ ബേൺ ചെയ്ത് കളയൂ. ഹാപ്പി ഈറ്റിംഗ്.